സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് തൊഴിൽ പ്രസിദ്ധീകരണം എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലെ PSC എല്ലായ്പ്പോഴും ആവർത്തിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാനുള്ളതാണ്. LGS പരീക്ഷ പാസ്സാകണമെന്നുള്ളവർ അല്ലെങ്കിൽ ജോലി ലഭിക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചേ തീരൂ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മാത്തൂർ പണിക്കർ എന്ന ചെമ്പകശ്ശേരി പടനായകൻ ഭടന്മാരുടെയും ജനങ്ങളുടെയും പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുവാനായി ആവിഷ്കരിച്ചതെന്ന് കരുതുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ ഡി വേലകളിയാണ്. മാത്തൂർ പണിക്കർ എന്ന ചെമ്പകശ്ശേരി പടനായകൻ ഭടന്മാരുടെയും ജനങ്ങളുടെയും പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുവാനായി ആവിഷ്കരിച്ചതെന്ന് കരുതുന്ന കലാരൂപമാണ് വേലകളി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയെക്കുറിച്ച് കലാമണ്ഡലം ഗോപി എന്ന പേരിൽ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണനാണ്. പ്രശസ്ത കഥകളി ആചാര്യനായ കലാമണ്ഡലം ഗോപിയെക്കുറിച്ച് കലാമണ്ഡലം ഗോപി എന്ന പേരിൽ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരുടേതാണ് ഈ വരികൾ? ഓപ്ഷൻ സി കുറ്റിപ്പുറം കേശവൻ നായരുടേതാണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നത് ആരുടെ വരികളാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ. നാലാമത്തെ ക്വസ്റ്റ്യൻ. വസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും നൽകിയിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണ്? അപ്പോൾ ഇതിനകത്ത് തെറ്റായ ജോഡിയാണ് നമ്മുടെ ആൻസർ. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സാധാരണ പ്രോസിക് ആസിഡാണ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രോസിക് ആസിഡ്. അതിവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നു. സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. കറക്റ്റായ ജോഡികളാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാപ്രിക് ആസിഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ ഇതിനകത്ത് 2 പ്രസ്താവന തന്നിട്ടുണ്ട്. ഓപ്ഷനകത്ത് നോക്കുമ്പോൾ ശരി ശരി എന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി എന്നതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് റെഡ്ബർഗ് പോളറോൺ, ജാൻ ടെല്ലർ മെറ്റൽ എന്നിവ അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ്. പഠിച്ചു വെക്കുക. അതുപോലെ ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ഈ 2 പ്രസ്താവനയും കറക്റ്റാണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവയിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം മൈക്രോസ്കോപ്പിനകത്ത് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ ടെലസ്കോപ്പിനകത്ത് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. എന്നാൽ ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിററാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഉത്തരമുണ്ട്. ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് ലെൻസ് അല്ല. അതിനകത്ത് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന മിററിനകത്ത് മിറർ തന്നെയാണ്. അതായത് കോൺകേവ് മിററാണ്. അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നില്ല. അതുപോലെ മേക്കപ്പ് മിററിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. അപ്പോൾ ഇതും 2ഉം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും മാത്രം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 1ഉം 2ഉം മാത്രം എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ. 1ഉം 2ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ഓപ്ഷൻ സി അവോഗാഡ്രോ നിയമമാണ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമമാണ് അവോഗാഡ്രോ നിയമം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു? ഇപ്പോൾ 1, 2, 3, 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് കണ്ടെത്തുക. ഇതിനകത്ത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 3ഉം ഈ 2 കേസിലാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗം വരുന്നത്. അതായത് രാസവളത്തിൻ്റെ നിർമ്മാണത്തിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാഴ്ജല ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി മഷിയുടെ നിർമ്മാണം, ഭക്ഷണത്തിൻ്റെ ദഹനം ഇതിലൊന്നും സൾഫ്യൂരിക് ആസിഡിൻ്റെ പങ്കില്ല. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി.
9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ഓപ്ഷൻ എ സ്നായുക്കളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസിതു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ സുവോളജിക്കൽ ഗാർഡൻ ആണ്. ഇൻസിതു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് സുവോളജിക്കൽ ഗാർഡൻ. പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിനകത്ത് പിത്തരസവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരി. അപ്പോൾ ഒന്നാമത് നമുക്കറിയാം, കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. അതുപോലെ കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നത് പിത്തരസമാണ്. ബാക്കി രാസാഗ്നികൾ കാണപ്പെടുന്നു, ആമാശയത്തിലേക്ക് സ്രവിക്കപ്പെടുന്നു. ഇതൊന്നും പിത്തരസവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രക്തം കട്ടപിടിക്കാൻ ആവശ്യം വേണ്ട ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യം വേണ്ട ജീവകമാണ് ജീവകം കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹാഷിമോട്ടോ രോഗം ബാധിക്കുന്നത് ഏത് ഗ്രന്ഥിയെയാണ്? ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഹാഷിമോട്ടോ രോഗം ബാധിക്കുന്നത്, തൈറോയിഡ് ഗ്രന്ഥിയെ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ദിവസമാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി നവംബർ 14 ലോക പ്രമേഹ ദിനമാണ്, നവംബർ 14. 15ാമത്തെ ക്വസ്റ്റ്യൻ. പോഷകാഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദിലാണ് പോഷകാഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ആസ്ഥാനം ഹൈദരാബാദ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ? ഓപ്ഷൻ ഡി വൈറ്റമിൻ B12 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ B12 അഭാവം മൂലം ഉണ്ടാകുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ. കൊറോണ എന്ന പദത്തിൻ്റെ ലാറ്റിൻ ഭാഷയിലെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി കിരീടം എന്നതാണ്. കൊറോണ എന്ന പദത്തിൻ്റെ ലാറ്റിൻ ഭാഷയിലെ അർത്ഥമാണ് കിരീടം. കേരളത്തിൽ എയ്ഡ്സ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? ഓപ്ഷൻ എ പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിൽ എയ്ഡ്സ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിളർച്ചാമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച വിവാ കേരളം ക്യാമ്പയിനിൽ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ സി മൈലപ്ര പഞ്ചായത്താണ്. വിളർച്ചാമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച വിവാ കേരളം ക്യാമ്പയിനിൽ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് മൈലപ്ര പഞ്ചായത്ത്. മൈലപ്ര പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ. വിവാ കേരളം എന്ന് പറയുന്നത് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതാണ് വിവാ കേരളം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ 2ാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ 2ാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ്? അത് കക്കോടിയാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കോടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി, കക്കോടി. 21ാമത്തെ ക്വസ്റ്റ്യൻ. തെരുവുകളിൽ ജീവിക്കേണ്ടി വരുന്നവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ ഏത് ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം? ഓപ്ഷൻ എ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം. തെരുവുകളിൽ ജീവിക്കേണ്ടി വരുന്നവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി. 22ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിലെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്?
ഓപ്ഷൻ ഡി സ്നേഹഹസ്തം എന്നതാണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിലെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്നേഹഹസ്തം. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി മീററ്റാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലമാണ് ഡൽഹിക്കടുത്തുള്ള മീററ്റ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ഡി ഝാൻസി റാണിയെക്കുറിച്ചാണ്. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത് ആരെക്കുറിച്ചാണ്? ഝാൻസി റാണിയെക്കുറിച്ച്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. 26ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി വിതുരയിലാണ്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുരയിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് ഏത് വർഷം? ഓപ്ഷൻ ബി 1949 നവംബർ 23-നാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്നാണ് 1949 നവംബർ 23-ന്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഓപ്ഷൻ ഡി പത്മ എന്ന പേരിലാണ് ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ഏതു പേരിലാണ്? പത്മ എന്ന പേരിൽ. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഓപ്ഷൻ സി കൊറോമാണ്ടൽ തീരം എന്നതാണ് ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്നത്. കൊറോമാണ്ടൽ തീരം എന്ന പേരിലാണ്, അതായത് തമിഴ്നാടിൻ്റെയൊക്കെ തീരം. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഓപ്ഷൻ ഡി ആരവല്ലി പർവ്വതനിരയിലാണ് സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയിൽ. മൗണ്ട് അബു നമുക്കറിയാം രാജസ്ഥാനിലാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഓപ്ഷൻ ബി ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ലക്ഷദ്വീപാണ്. നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? ഓപ്ഷൻ ബി ചെറുകുളത്തൂറാണ്. ചെറുകുളത്തൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. 34ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി പി ടി ചാക്കോയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഇവ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കുക. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ ഇതിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തുലാവർഷം എന്ന പേരിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴയുടെ പേരാണ് തുലാവർഷം. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി പാറപ്പുറമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ച സ്ഥലമാണ് പാറപ്പുറം. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്ര? ഓപ്ഷൻ ഡി 780 മെഗാവാട്ടാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷിയാണ് 780 മെഗാവാട്ട്സ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു.
39ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. ആരാണ്? ആഗമാനന്ദ സ്വാമി. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ ഡി അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷമാണ് 1938. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ഓപ്ഷൻ എ KP കേശവമേനോന്റെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്. ആരുടെ നേതൃത്വത്തിൽ? KP കേശവമേനോന്റെ നേതൃത്വത്തിൽ. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റിയാണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസാറ്റ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അംബികാസുധൻ മങ്ങാടിന്റെ എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ ഡി നീലകണ്ഠനാണ്. അംബികാസുധൻ മങ്ങാടിന്റെ എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം നീലകണ്ഠൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താൻസൻ സമ്മാനം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. താൻസൻ സമ്മാനം സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 48ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി M രാമവർമ്മ രാജയാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് M രാമവർമ്മ രാജ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്കാണ് ഹിന്ദുസ്ഥാൻ ബാങ്ക്. 50ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? ഓപ്ഷൻ ഡി സച്ചിൻ തെണ്ടുൽക്കർ ആണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഒരു ക്വസ്റ്റ്യൻ കൂടി. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ സാന്ദ്രത കുറവ് ഉള്ളതുകൊണ്ടാണ്. ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ടാണ്? അവയ്ക്ക് സാന്ദ്രത കുറവാണ് എന്നതുകൊണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്.